കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപും പുടിനും കൂടിയിട്ട് ബുദാപെസ്റ്റ് എന്ന സിറ്റിയിൽ കണ്ടുമുട്ടാനും അവർ ഒരു 2 മാസം മുമ്പ് അലാസ്കയിൽ കണ്ടുമുട്ടിയിരുന്നു. അമേരിക്കയുടെ സംസ്ഥാനമായ അലാസ്കയിൽ കണ്ടുമുട്ടിയിരുന്നു. ബുദാപെസ്റ്റിൽ വീണ്ടും കണ്ടുമുട്ടി യുക്രൈൻ യുദ്ധത്തിന് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു പര്യവസാനം വരുത്തിക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിരുന്നു. വൈറ്റ് ഹൗസ് അത് പുറമെ പറയുക പോലും ചെയ്തു. അതിൽ നിന്നും ട്രംപ് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. ഇപ്പൊ പുടിന് എതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് പ്രത്യേകമായിട്ട് ഇന്ത്യയൊക്കെ എണ്ണ വാങ്ങുന്ന റോസ്നിഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി, അത് പുടിന്റെ ബിനാമി കമ്പനി പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിന് ആഘാതം ഏൽക്കുക എന്ന് പറഞ്ഞാൽ റഷ്യക്കും പുടിനും ആഘാതം ഏൽക്കുക എന്നതിന് തുല്യമാണ്. അതിനെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ പുടിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുടിനുണ്ടായിരുന്ന ശക്തി ഇന്ത്യ എണ്ണ വാങ്ങുന്നു, ചൈന എണ്ണ വാങ്ങുന്നു, ഒപ്പം യൂറോപ്യൻ യൂണിയനും എണ്ണ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മാത്രം എണ്ണ അവരുടെ കയ്യിലുണ്ട്. എന്നാൽ യുക്രൈൻ യൂറോപ്യൻ യൂണിയന്റെ മിസൈലുകളൊക്കെ ഉപയോഗിച്ചിട്ട് റഷ്യക്കുള്ളിൽ ഏകദേശം 28ഓളം റിഫൈനറികൾ, ഈ എണ്ണ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന റിഫൈനറികളും ആക്രമിച്ച് ഇല്ലാതാക്കിയിരിക്കുന്നതാണ്. അതിന്റെ പേരിൽ ഇന്ത്യക്കും യൂറോപ്പിനൊക്കെ എണ്ണ വാങ്ങുന്നതിൽ കുറവ് വരുത്തേണ്ടി വന്നു. വീണ്ടും അവരുടെ സ്രോതസ്സുകളിൽ, അത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിരിക്കും ആ സ്രോതസ് വരാൻ പോകുന്നത്. ഒപ്പം ചൈനയും കുറച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ട്രംപ് ഒരു ഉപരോധം ഇതിനെതിരെ, റഷ്യക്കെതിരെ കുറെ സാങ്ഷൻസ് ഉണ്ട്. 27,000ഓളം സാങ്ഷൻസ് അമേരിക്ക റഷ്യയുടെ മേലെ ചുമത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടുന്നതിന് വേണ്ടിയാണ് പുടിൻ എപ്പോഴും എന്തെങ്കിലും കുറച്ച് തരും എന്ന് പറഞ്ഞ് ട്രംപിന്റെ കൂടെ കൂടുന്നത്. ട്രംപിന് ഈ യുദ്ധത്തിൽ അത്ര താല്പര്യമില്ല. ഈ യുദ്ധം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ യുദ്ധമാണ്. കാരണം യൂറോപ്യൻ ഇപ്പൊ ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും അതല്ലെങ്കിൽ UK ആണെങ്കിലും അവർക്കൊരു മോഹമുണ്ട്. അവർക്ക് ലാൻഡ് മാസ് കുറവാണ്. ഈ തരത്തിലാണ് യുദ്ധം പോകുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 2-3 വർഷങ്ങൾക്കുള്ളിൽ റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂവിസ്തൃതിയുള്ള രാജ്യം. അതിലേക്ക് ഇടിച്ചു കയറാൻ വരെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ ഓരോ ആയുധങ്ങൾ, പുതിയ ടെക്നോളജിയുള്ള ആയുധങ്ങൾ വരുന്നതോട് കൂടിയിട്ട് ആ യുദ്ധത്തിന്റെ ഈ ഭാവം മാറും. അങ്ങനെ ഒരു ആയുധമാണ് ടോമഹോക്ക് മിസൈൽസ്, ക്രൂയിസ് മിസൈൽസ്. ഈ ടോമഹോക്ക് മിസൈൽസ് ട്രംപ് പാതി മനസ്സിലാണ്. പകുതി മനസ്സ് എന്ന് പറഞ്ഞാൽ ഈ ടോമഹോക്ക് മിസൈല് സെലൻസ്കിയുടെ കയ്യിൽ കിട്ടിയാല് റഷ്യക്ക് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിൽ പോയിട്ട് ആക്രമിക്കാനായിട്ട് സെലൻസ്കിക്കും യൂറോപ്യൻ യൂണിയനും സാധിക്കും. അത് ഇതുവരെ കൊടുക്കാതെ വെച്ചിരിക്കുകയാണ്. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ റഷ്യക്ക് പിന്നെ വാതിലുകൾ അടഞ്ഞാൽ അവൻ പൂഴിക്കടകൻ എടുക്കും. അത് എന്ത് പൂഴിക്കടകനാണെന്ന് എടുക്കുക. കാരണം അദ്ദേഹത്തിന് ആയുധങ്ങളായിട്ട് ഷഹീദ് മിസൈൽസ് ഇറാൻ കൊടുത്തിരുന്നു. റഷ്യ ഒരു ബിഗ് ഡാഡി. ഇവരെയൊക്കെ അതായത് ഇറാനെയും സിറിയേനെയും വെനുസലേനെയും ഇത്തരത്തിലുള്ള ഇന്ന് ട്രംപ് ചെറുതായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യങ്ങളൊക്കെ സംരക്ഷണം കൊടുത്തിരുന്നത് റഷ്യയായിരുന്നു, സോവിയറ്റ് യൂണിയന്റെ കാലം തൊട്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഇവർക്കൊന്നും കൊടുക്കാനില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഷഹീദ് മിസൈല് ആവുന്നത്ര കൊടുത്തു നോക്കി. പിന്നെ ഇനി അവർക്കുള്ള യൂസിനുള്ളത്, ഇസ്രായേൽ അങ്ങനെ ആക്രമിച്ച് അവർക്കുള്ള ഉപയോഗത്തിനുള്ളത് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. പിന്നെ നോർത്ത് കൊറിയ ഒരു 10,000-20,000 പട്ടാളക്കാരെ കൊടുത്തൊക്കെ ഇതിനും കൊന്നു തുടക്കി. ഇപ്പൊ അവരുടെ ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അവരൊരു ആ ഒരു നെഗോഷിയേഷൻ, ചർച്ചയ്ക്ക് വേണ്ടി പുടിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ട്രംപിന്റെ ലക്ഷ്യം. പക്ഷെ പുടിൻ ഇത്രമാത്രം ഭൂമി ഉണ്ടെങ്കിൽ കൂടി ഇവിടെ വന്നിട്ട് ഡൊണസ്ക് എന്ന് പറഞ്ഞ ഏരിയ വേണമെന്നാണ് പറയുന്നത്. ഇവര് ബുദാപെസ്റ്റിൽ ട്രംപും പുടിനും മുട്ടാൻ ഉള്ള പ്ലാനിങ്ങിൽ ഉദ്ദേശിച്ചത്, ട്രംപിന്റെ ഉദ്ദേശം ഇതുവരെ നിൽക്കുന്ന സാഹചര്യം എങ്ങനെയാണോ അവിടെ വെച്ച് സൈനികരെ, അത് സീസ് ഫയർ പറഞ്ഞ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇതിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ളതായിരുന്നു. എന്നാൽ പുടിൻ ആ ചർച്ചയ്ക്ക് വേണ്ടി പുടിന്റെ അതിൽ നിന്ന് പ്രസ്താവന, പിന്നീട് അതിനുശേഷം വന്ന പ്രസ്താവനകളിൽ അദ്ദേഹം പറഞ്ഞത് ട്രംപ് പിൻവാങ്ങി, എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. കാരണം പുടിൻ ഒരു കണക്കിന് ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം, അങ്ങനെ സത്യസന്ധമായിട്ടുള്ള ഒരു ആഗ്രഹവുമായിട്ട് പുടിൻ വന്നാൽ ട്രംപ് സമ്മതിച്ചു കൊടുക്കാനാണ് സാധ്യത. കാരണം അവർ തമ്മിലുള്ള വ്യക്തിബന്ധം, അത് ഈ യൂറോപ്യൻ യൂണിയനാണ് ഇതിന്റെ യുദ്ധം മുഴുവനും ചുക്കാൻ പിടിക്കുന്നത്. അവർ തമ്മിലുള്ള വ്യക്തിബന്ധം, പുടിനും ട്രംപായിട്ടുള്ള വളരെ വ്യക്തിബന്ധങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു സമാധാന ബുദാപെസ്റ്റിൽ നടക്കേണ്ട ചർച്ച പിൻവാങ്ങിയോട് കൂടിയിട്ട് അതേ സാഹചര്യത്തിൽ തന്നെ അതേ ദിവസം, അതിന്റെ പിറ്റത്തെ ദിവസം തന്നെ ട്രംപ് ഉപരോധം 2 എണ്ണ കമ്പനികൾക്ക്, അതായത് റഷ്യയുടെ ഏറ്റവും വലിയ 2 റോസ്നിഫ്റ്റ് പോലെയുള്ള 2 എണ്ണ കമ്പനികൾക്ക് ഏർപ്പെടുത്തിയപ്പോൾ അത് പുടിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള ഒരു
ചുറ്റുപാട് അവസാനിപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ള റിഫൈനറികൾ, എണ്ണ പുറത്തേക്ക് വിൽക്കേണ്ട റിഫൈനറികളെയാണ് ഇപ്പൊ സെലൻസ്കി യൂറോപ്പിന്റെ സഹായത്തോടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യം ഇനി എവിടെ എത്തി നിൽക്കും? ഒരു പക്ഷേ പുടിൻ പയ്യെ പയ്യെ തളർന്നില്ലാണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ മിലിറ്ററി വൃത്തങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്തൊക്കെ അവിടെ അമേരിക്കൻ മിലിറ്ററിയുടെ ഭാഗമായിരുന്നു. അവരവിടെ ട്രെയിനിങ്ങിന്റെ മിഷൻസ് ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകും. യുക്രൈനിലും കീവിലും അവിടെ ആ ഭാഗത്തൊക്കെ പോകുന്നുണ്ട് അവര്. അപ്പൊ അവര് പറഞ്ഞ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാല് ഈ ഒരു അവരുടെ ഒരു ഇതുണ്ട്, വിദ്വേഷം, അതായത് യുക്രൈൻ ജനതയുടെ. കാരണം അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക്, പണ്ടത്തെ സോവിയറ്റ് യൂണിയന്റെ നാളുകളിലേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹമില്ല. തന്നെയല്ല, അന്ന് സോവിയറ്റ് യൂണിയൻ വേർപിരിയുന്ന സമയത്ത് യുക്രൈൻ ആയിരുന്നു കപ്പൽ നിർമ്മാണത്തിലൊക്കെ വലിയ മുന്നേറിക്കൊണ്ടിരിക്കുക. അവർ യൂറോപ്യൻ യൂണിയനോട് ചേരാനായിട്ടുള്ള ആഗ്രഹമാണ് അവിടുത്തെ ജനങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷേ റഷ്യയിലേക്ക് കടന്നു കയറി യൂറോപ്യൻ സായിപ്പ് റഷ്യയുടെ ആ ഒരു സമ്പത്ത്, ഭൂസമ്പത്തായിട്ടുള്ള ഇതും ധാതുക്കളോ എന്തൊക്കെയോ അവിടെയുള്ള എണ്ണയും മത്സ്യസമ്പത്തോ എല്ലാം പിടിച്ചെടുക്കുന്ന സ്ഥിതി വരും. ഒപ്പം പുടിനെ വരെ ന്യൂട്രലൈസ് ചെയ്യുമോ എന്നുള്ളൊരു സംശയം ആണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് പുടിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ചൈനയോ ഇന്ത്യയോ ഇവരുടെ കൂടെ നിൽക്കാൻ നിൽക്കില്ല, ഇറാന് നിൽക്കാൻ പറ്റില്ല. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ വെനസ്വേല പോലുള്ള രാജ്യങ്ങൾ ആർക്കും പുടിനെ കൈപ്പിടിച്ച് ഉയർത്താനുള്ള സാഹചര്യം ഇല്ല. ഉണ്ടെങ്കിൽ പോലും അവർ ചെയ്യില്ല. ചൈന ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. ചൈന ഇതൊന്നും കാണാത്തോണം. കാരണം അടുത്ത 2ാം സ്ഥാനം അമേരിക്കനെ വെട്ടി 1ാം സ്ഥാനത്ത് എത്താനാണ് ചൈന നോക്കുന്നത്. ആ സമയത്ത് പുടിനെ ആയിട്ട് അത്ര വലിയ സുഹൃത്ത് ബന്ധമല്ല. ചൈനയ്ക്ക് അങ്ങനെ സുഹൃത്തുക്കളില്ല. റഷ്യക്ക് ഉണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. അപ്പൊ ചൈനയ്ക്ക് അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല, ഒന്നും കൊടുക്കാൻ പോകില്ല. ഇത്തിരി എണ്ണ വാങ്ങിയിരുന്നു ഇന്ത്യയെ പോലെ, എന്നല്ലാതെ വേറെ ഒന്നും പുടിന് ചെയ്തു കൊടുക്കാനായിട്ട് ചൈന പോകുന്നില്ല. അത് വലിയ ആഘാതം അവർക്ക് ഉണ്ടാക്കുക. അവരുടെ സ്വന്തം കാര്യം നോക്കിയ ചൈന നിൽക്കുന്നത്. അപ്പൊ പുടിന്റെ കാര്യം ഏകദേശം ഒരു കഷ്ടത്തിലാണ്. ഏകദേശം ഇത് പെട്ടെന്ന് തീരില്ല. 1 കൊല്ലോ 2 കൊല്ലത്തിനുള്ളിൽ ഈ നിലയ്ക്കാണ് യുദ്ധം പോകുന്നത്. ടോമഹോക്ക് മിസൈൽസ് വന്നാലും തന്നെയല്ല, പണ്ടത്തെ ന്യൂക്ലിയർ ബോംബുകൾ, പുടിന്റെ ബോംബുകൾ പ്രവർത്തിക്കുമോ എന്നുള്ളൊരു സംശയം പോലും പലരും ഇതായിരുന്നു. ന്യൂക്ലിയർ അണുവായുധങ്ങളുണ്ട്, അമേരിക്കയെക്കാളും കൂടുതൽ അണുവായുധങ്ങളുണ്ട്. പക്ഷെ അത് പ്രവർത്തിക്കുമോ എന്നുള്ളത് പോലും ആർക്കും അറിയാത്ത സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഇത്ര നാൾ യുക്രൈൻ അടി വാങ്ങായിരുന്നു. ഇപ്പൊ യുക്രൈൻ തിരിച്ചങ്ങോട്ട് അടിക്കുന്ന സ്ഥിതിയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നീണ്ടു കഴിഞ്ഞാൽ അത് പുടിന് ഗുണം ചെയ്യില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്.